കിട്ടിയ ജോലി ഒരു പാകിസ്ഥാൻ കമ്പനിയിൽ 12 പേരെ സൂപ്പർവിഷൻ ചെയ്യുക, സൈറ്റ് വർക്ക്. ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. ആ ആൾ 3 ദിവസത്തെ ശമ്പളം 150 റിയാൽ, 300 റുപ്യ തത്തുല്യമായ തുക ഞാൻ കൈനീട്ടി വാങ്ങിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അതിലെനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായി. ട്രാൻസ്പോർട്ടിലുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാനൊരു ട്രാൻസ്പോർട്ട് കമ്പനി അവിടെ ഏറ്റെടുത്തു. സുഡാൻ പ്രസിഡൻറ്റിൻ്റെ ഡയറക്റ്റ് ബ്രദറാണ് എൻ്റെ പാർട്ട്ണർ. അവിടെയൊക്കെ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നത് 3 മാസം കൊണ്ട് ബ്രിഡ്ജ് വരും. ഡിസിപ്ലിൻഡാണ് അവിടെ, ഹൈലി ഡിസിപ്ലിൻഡാണ്. സെക്യൂരിറ്റി നമുക്കൊക്കെ കൂടുതലാണ്, നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി. എല്ലാത്തിലും ബസാദിൻ്റെ ഒരാൾ അതിലുണ്ടാവും. അങ്ങനെ തൊഴിലാളിയും ഈ ഇൻവെസ്റ്ററും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് ഉള്ളൊരു തിരിച്ചറിവ് ഇപ്പോൾ വന്നിരിക്കുന്നു. അത് കേരളത്തിന് ഗുണം ചെയ്യും. 7 രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന എൻ്റെ ബിസിനസ് ശൃംഖലയെ തുടങ്ങിയത് 1980 മിഡിൽ ഈസ്റ്റ് ഖത്തർ എന്ന സ്ഥലത്ത് ഞാൻ മാനേജരും എൻ്റെ ഓഫീസ് സെക്രട്ടറി എൻ്റെ ഭാര്യ ജയ മേനോനുമായി 2 പേരിൽ നിന്നും തുടങ്ങിയതാണ്. ഞാൻ അറിഞ്ഞു ഇപ്പോൾ ആ പള്ളി അറിയപ്പെടുന്നത് മേനോൻ പള്ളി എന്നാണ്. എന്നാൽ എല്ലാവരും അതിൽ നല്ല നിലയിൽ പ്രാർത്ഥിക്കുന്നു വന്നിട്ട് അതിൻ്റെ ഒരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. അവർ ഒരു ഇന്ത്യക്കാരന് ഇന്ന് വരെയെങ്കിലും ലഭിക്കാത്ത, അതും ഒരു ഹിന്ദുവിന് ലഭിക്കാത്ത അവാർഡ് എനിക്ക് ഖത്തർ ഗവൺമെൻറ് നാഷണൽ അവാർഡ് തന്നെയുണ്ടായി കണ്ടെത്താറുണ്ട്. പിന്നെ എൻ്റെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് എൻ്റെ കുടുംബം. ആ കുടുംബത്തിനെ എങ്ങനെ നോക്കണം, എൻ്റെ ബിസിനസ്സിനെ നോക്കുന്നത് പോലെ തന്നെ ഞാൻ അതിനെ കണക്കാക്കും. അപ്പോൾ രണ്ടിനോടും ഡെഡിക്കേഷൻ വേണം. രണ്ടിനോടും ഡെഡിക്കേഷൻ.